എത്രയോ ആളുകൾ പാർട്ടി വിട്ടു പോയിട്ടും ഇത്രയധികം കോൺഗ്രസ്സുകാർക്ക് കൊണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പിതാവ് പോയപ്പോൾ പോലും എൻ്റെ പിതാവിനെ ഇതേമാതിരി ചീത്ത പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ കോൺഗ്രസ്സിൽ തന്നെ ഉറച്ചു നിന്ന ഒരാളാണ്. കാരണം ഞാൻ ജനിച്ച തൊട്ട് ഇന്നലെ വരെ കോൺഗ്രസ്സുകാരായിട്ട് ജീവിച്ച ആളാണ് ഞാൻ. പക്ഷെ കഴിഞ്ഞ ഒരു 3 കൊല്ലമായി ഞാൻ പാർട്ടിയായിട്ട് അകന്ന് നിൽക്കുകയായിരുന്നു. കാരണം ഇലക്ഷനിൽ എന്നെ തോൽപ്പിച്ചത് 2 പ്രാവശ്യം ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വലിയ നേതാക്കൾക്കെതിരെ പരാതി കൊടുക്കാൻ ഞാൻ കാശില്ലാത്തതുകൊണ്ട് അതിന് താഴെത്തട്ടിലെ ആൾക്കാർക്കെതിരെ ഞാൻ പല പ്രാവശ്യം KPCയിൽ പരാതി കൊടുത്തു. അതെല്ലാം അവർ അവഗണിച്ചു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മണ്ഡലം പ്രസിഡന്റുമാരുടെ ഇത് വന്നപ്പോൾ ഞാൻ വെക്കരുത്, ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടാമത് എൻ്റെ ആരും വെക്കണ്ട, രണ്ടാമതൊരാളുടെ പേര് തരൂ എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു നേതാവ് ഇടപെട്ടിട്ട് അയാളെ തന്നെ അവിടെ കൊണ്ടുവച്ചു, എൻ്റെ വീട്ടിന് തൊട്ടടുത്ത്. എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവരുണ്ടാക്കി. ഞാൻ 3 കൊല്ലം മുമ്പ് പാർട്ടി രാജിവെച്ച് സത്യം പറഞ്ഞാൽ കേരളത്തിനെ പോയാലോ എന്ന് ആലോചിച്ച ഒരാളാണ്. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ്റെ പേരിൽ സ്മാരകം പണിത് തരാം 1 കൊല്ലത്തിനുള്ളിൽ. അപ്പോൾ വീണ്ടും ഒരു പ്രത്യാശയിൽ ഞാൻ ഇതിൽ ഉറച്ചു നിന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി അവരൊരു കല്ല് പോലും വെക്കില്ല. ഞാൻ പലപ്പോഴും അച്ഛന് വേണ്ടി പിരിവിനിറങ്ങുമ്പം വേറെ എന്തെങ്കിലും പിരിവും കൊണ്ട് പാർട്ടി വരും. അപ്പോൾ ഇത് താഴ്ത്തി ഇത്രയും കാലമായിട്ട് ഒരു ദിവസം ഞാൻ KPC പ്രസിഡന്റിന്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തോട് ചോദിക്കാം. അത് കഴിഞ്ഞപ്പോൾ അവർ ഇപ്പം പറയാമെന്ന് പറഞ്ഞിട്ടും പല DCCകൾ അത് നിരാകരിച്ചു. ഞങ്ങൾക്കിപ്പോൾ സമയമില്ല അങ്ങനെ ഓരോ അച്ഛനെ വളരെ അപമാനിക്കുന്ന രീതിയിൽ അന്ന് ഞാൻ തീരുമാനം എടുത്തു, ഇനി ഞാൻ പാർട്ടിയിൽ നിൽക്കില്ല എന്നുള്ളത്. അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായി ഞാൻ എന്തുകൊണ്ട് BJP എന്ന് എന്നോട് പലരും ചോദിച്ചു. കാരണം അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തത്, അതേമാതിരി എന്തുകൊണ്ട് പത്മജ എന്നാണ് അവർ. കാരണം എപ്പോഴും എന്ത് പ്രയാസം ഉണ്ടായാലും പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന ആളായിരുന്നു ഞാൻ. അപ്പം ഞാനിങ്ങനൊരു വല്ലാത്തൊരു വേദനയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞായിരുന്നു പോകുമ്പോൾ. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് കാലങ്ങളായി മോദിജിയുടെ ആ രീതികളും എല്ലാം പഠിച്ചപ്പോൾ എനിക്കൊറ്റ കാര്യത്തിലാണ് എനിക്കിഷ്ടം തോന്നി. ഏത് പാർട്ടിക്കും ശക്തനായിട്ടുള്ളൊരു നേതാവ് വേണം. അത് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. കഴിഞ്ഞ ഒരു മാസം മുമ്പും കൂടി ഞാൻ കോൺഗ്രസ് അവിടെ ചെന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിന്ന് ആലോചിച്ചു, ഞാൻ ആരെയാണ് കണ്ടത്? ആരുമില്ല, ആർക്കും സമയമില്ല. മാഡം സോണിയാജി ആണെങ്കിൽ അവർ ആരും കാണുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് സമയമില്ല. പിന്നെ നേതാക്കളില്ല, എല്ലാവരും പോയല്ലോ. ഞാൻ പോയ മാതിരി തന്നെ തിരിച്ചിങ്ങോട്ട് പോന്നു. അന്ന് എനിക്ക് തോന്നി ഇനി ഇതിൽ നിന്നിട്ട് ഒരു കാര്യമില്ല, അപമാനിക്കപ്പെടുക ദിവസവും. ഇലക്ഷൻ സമയത്തൊക്കെ ആണെങ്കിലും എന്നെ ഒരു കമ്മിറ്റിയിൽ പോലും ഇടില്ല. എന്നെ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഓടിക്കണം എന്ന് 4-5 പേരങ്ങോട്ട് തീരുമാനിച്ച് എവിടെയും എനിക്കെതിരെ ഓരോ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ നേതൃത്വത്തിനോട് പറയുമ്പോൾ അവർ വളരെ നിസ്സാരമാക്കിയെടുത്തു പലതും. അതെല്ലാം എന്നെ വേദനിപ്പിച്ചു. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ അത് ആരോടും പറഞ്ഞില്ല എന്ന് മാത്രം. അപ്പം പെട്ടെന്നായപ്പോൾ അവരും ഞെട്ടി. കാരണം അവരൊരിക്കലും വിചാരിച്ചില്ല ഞാനിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ആളെ മുട്ടിയ ചേരയും കടിക്കൂട്ടാ, ഞാൻ വലിയ പാമ്പും മൂർഖനൊന്നും അല്ല എന്നല്ലേ നിങ്ങൾ പറയണേ, ഞാൻ വെറും ചേരയാണ്. പക്ഷെ ഇടയിൽ ചേരയായാലും നമുക്ക് ഒരു അത്താഴം തീരും. അപ്പം ആ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആൾക്കാർ പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞാൽ മൈൻഡ് ഇല്ലെങ്കിലും കോൺഗ്രസ്സിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവരൊക്കെ വന്നതോടുകൂടി അത് തുടങ്ങി. എനിക്ക് വിഷമം പറഞ്ഞു വരുമ്പം പ്രസിഡന്റ് പറഞ്ഞ മാതിരി എൻ്റെ അച്ഛനെയല്ല പറഞ്ഞത്, എൻ്റെ അമ്മേനെ പറഞ്ഞേ, ഞാൻ കരുണാകരൻ്റെ മകളല്ല എന്ന്. അതിൻ്റെ അർത്ഥം എൻ്റെ അമ്മേനെയല്ലേ ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കും. പിന്നെ എന്നെ വഴി തടയും എന്ന് പറഞ്ഞു. അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ പറയാം. ജീവിതത്തിൽ എൻ്റെ അച്ഛൻ ജയിലിൽ പോണ കണ്ടിട്ടുണ്ട് ഞാൻ. രാജൻ കേസ് സമയത്ത് ഇതാവുണ്ട് ഒളിവിൽ പോയിട്ട് എൻ്റെ അച്ഛനെ കണ്ട ആളാണ് ഞാൻ. പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ ഞാൻ പേടിക്കുമോ? പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് TV-യിലിരുന്ന നേതാവായതാ. അങ്ങനെ ഒരാൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയാണ് എല്ലാവരെയും ഇതാക്കുന്നത്. പക്ഷേ അദ്ദേഹം എങ്ങനെയാണ് ഈ ജയിലിൽ 10 ദിവസം കിടന്നതെന്നും എന്താ എൻ്റെ പിന്നിലത്തെ കഥകളെന്നൊക്കെ എനിക്കറിയാം. അത് എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. പക്ഷേ ഇത് എന്നെക്കൊണ്ട് ഇങ്ങനെ തോണ്ടി പറയിപ്പിക്കരുതെന്ന് മാത്രം അവരോട് ഒരു അഭ്യർത്ഥനയുണ്ട്.